2022 ഫെബ്രുവരി 24. കൊടും തണുപ്പിൽ മോസ്കോ നഗരം ഉറക്കമുണരുന്നതേയുണ്ടായിരുന്നുള്ളൂ. പുലർച്ചെ കൃത്യം 5:30. റഷ്യയിലെ എല്ലാ പ്രധാന ടെലിവിഷൻ ചാനലുകളിലും പെട്ടെന്ന് സാധാരണ പരിപാടികൾ നിർത്തിവച്ചു. സ്ക്രീനിൽ ഒരു പ്രത്യേക സംപ്രേക്ഷണം തെളിഞ്ഞു. കറുത്ത സ്യൂട്ടണിഞ്ഞ് അങ്ങേയറ്റം ഗൗരവക്കാരനായ വ്ളാഡിമർ പുടിൻ. അതിരാവിലെ ചായക്കപ്പുമായി ടിവിയുടെ മുന്നിലിരുന്നവരും നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞു മടങ്ങുന്നവരും ആ കാഴ്ച കണ്ട് ശ്വാസം അടക്കിപ്പിടിച്ചു. എന്തോ വലിയതൊന്ന് സംഭവിക്കാൻ പോകുന്നുവെന്ന് ആ മുഖത്തെ ഗൗരവം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. യുക്രൈനിൽ ഒരു പ്രത്യേക സൈനിക നടപടിക്ക് ഞാൻ ഉത്തരവിടുകയാണ്. പുടിന്റെ ആ വാക്കുകൾ റഷ്യൻ ജനതയെ മാത്രമല്ല, ലോകത്തെ ആകെ ഭയത്തിലാഴ്ത്തി. അതിരാവിലെ തന്നെ യുദ്ധപ്രഖ്യാപനം നടത്താൻ പുടിൻ തീരുമാനിച്ചതിന് പിന്നിൽ കൃത്യമായൊരു സൈനിക തന്ത്രമുണ്ടായിരുന്നു. മോസ്കോയിൽ സമയം 5:30 അപ്പുറത്ത് യുക്രൈനിൽ സമയം പുലർച്ചെ 4:30 മാത്രമായിരുന്നു. യുക്രൈൻ സൈന്യവും ജനങ്ങളും ഗാഢമായ ഉറക്കത്തിലാണ്ട സമയം. സൈനിക താവളങ്ങളിൽ പ്രതിരോധം ഏറ്റവും കുറവുള്ള ആ നിമിഷത്തിൽ തന്നെ ആദ്യ പ്രഹരം നൽകുക എന്നതായിരുന്നു പുടിന്റെ ലക്ഷ്യം. മാത്രമല്ല, അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടണിൽ അപ്പോൾ സമയം രാത്രി 9:30 പാശ്ചാത്യ ലോകത്തെ നേതാക്കൾ ഉറങ്ങാൻ തയ്യാറെടുക്കുന്ന ആ സമയത്ത് തന്നെ താൻ വരച്ച അതിർവരമ്പ് അവർ ലംഘിച്ചതിനുള്ള മറുപടി പുടിൻ നൽകുകയായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യ നടത്താൻ പോകുന്ന യുദ്ധം സ്വർണത്തിന്റെയും എണ്ണയുടെയും വിലയെ ബാധിച്ച് ലോകത്തിന്റെ മുക്കിലും കോണിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിധിയെഴുതി. പുടിന്റെ പ്രസംഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ റഷ്യൻ സൈന്യം യുക്രൈൻ അതിർത്തികൾ ഭേദിച്ച് മുന്നോട്ടു കുതിച്ചു. റഷ്യയുടെ വ്യോമസേനയും നാവികസേനയും യുക്രൈനിലെ സുപ്രധാന സൈനിക കേന്ദ്രങ്ങൾക്കും ആയുധപ്പുരകൾക്കും നേരെ മിസൈൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്ക കോടികൾ മുടക്കി യുക്രൈനിൽ പടുത്തുയർത്തിയ സൈനിക സൗകര്യങ്ങൾ റഷ്യൻ മിസൈലുകൾ ചാമ്പലാക്കി. സൈന്യം അതിർത്തി കടക്കുന്നതിന് തൊട്ടുമുൻപ് തന്നെ യുക്രൈന്റെ ഗവൺമെന്റ് വെബ്സൈറ്റുകൾ, ബാങ്കിംഗ് സംവിധാനങ്ങൾ, സൈനിക കമാൻഡ് നെറ്റ്വർക്കുകൾ എന്നിവയ്ക്ക് നേരെ റഷ്യ സൈബർ ആക്രമണം നടത്തി. ഇത് യുക്രൈൻ ഭരണകൂടത്തിന്റെ ആശയവിനിമയ സംവിധാനങ്ങളെ തുടക്കത്തിൽ തന്നെ തളർത്തിക്കളഞ്ഞു. കൂടാതെ റഷ്യയ്ക്കുള്ളിൽ നിന്ന് തന്നെ പ്രതിരോധങ്ങൾ ഉയർന്നു വന്നാൽ അവയെ അപ്രസക്തമാക്കാനുള്ള നീക്കങ്ങളും പുടിൻ നടത്തി. പാശ്ചാത്യ ഏജൻസികളുടെ സഹായത്തോടെ റഷ്യയ്ക്കകത്ത് വ്യാജ വാർത്തകളും ഭീതിയും പടർത്താൻ ശ്രമിച്ച മാധ്യമങ്ങൾക്കെതിരെ പുടിൻ ശക്തമായ നിയമം കൊണ്ടുവന്നു. റഷ്യൻ സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വാർത്ത നൽകിയാൽ 15 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന നിയമം പാസാക്കി. യുക്രൈനെ കീഴടക്കുക എന്നതിലുപരി റഷ്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായ നാറ്റോയുടെ സൈനിക സംവിധാനങ്ങളെ പിഴുതെറിയുക എന്നതായിരുന്നു പുടിന്റെ പ്രധാന ലക്ഷ്യം. യുക്രൈനെതിരെ യുദ്ധമെന്ന അന്തിമ തീരുമാനത്തിലേക്ക് പുടിൻ എത്തുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ക്രെംലിൻ കൊട്ടാരം ലോക നേതാക്കളുടെ വലിയ നയതന്ത്ര ചർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു. യുദ്ധം എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും മോസ്കോയിലെത്തി പുടിനെ നേരിൽ കണ്ടു. നാറ്റോയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് പുടിൻ മണിക്കൂറുകളോളം അവരോട് സംസാരിച്ചെങ്കിലും പാശ്ചാത്യ നേതാക്കൾ റഷ്യയുടെ ആശങ്കകളെ ഗൗരവത്തോടെ എടുത്തില്ല. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ റഷ്യയ്ക്ക് നേരെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളുടെ ഭീഷണി ആവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ റഷ്യൻ അതിർത്തികളെ വളയാൻ നാറ്റോ അനുവദിക്കില്ലെന്ന പുടിന്റെ ദൃഢനിശ്ചയത്തിന് മുന്നിൽ പാശ്ചാത്യരുടെ ഭീഷണികളും അഭ്യർത്ഥനകളും വെറും ജലരേഖയായി മാറി. റഷ്യൻ ജനതയെ ഭരണകൂടത്തിനെതിരെ തിരിക്കാൻ അമേരിക്കൻ കമ്പനികൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നു എന്ന് കണ്ടതോടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയവ റഷ്യയിൽ പൂർണ്ണമായി നിരോധിച്ചു. പകരം റഷ്യയുടെ സ്വന്തം നെറ്റ്വർക്കുകളായ VK പോലുള്ളവ പ്രോത്സാഹിപ്പിച്ചു. പുടിൻ നടത്തിയ ചരിത്രപരമായ സൈനിക നീക്കത്തോടെ
ലോകം 2 ചേരികളായി തിരിഞ്ഞു. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ നാറ്റോ സഖ്യരാജ്യങ്ങളും ജപ്പാൻ, ഓസ്ട്രേലിയ, ദക്ഷിണ കൊറിയ എന്നിവരും റഷ്യയുടെ നീക്കത്തെ ശക്തമായി എതിർക്കുകയും ഇത് യുക്രൈനിൽ നടത്തുന്നത് അധിനിവേശമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ റഷ്യയ്ക്ക് ശക്തമായ പിന്തുണ നൽകാൻ ചില പരമാധികാര രാഷ്ട്രങ്ങൾ മുന്നോട്ടു വന്നു. റഷ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ബെലാറൂസ് തങ്ങളുടെ മണ്ണ് റഷ്യൻ സൈന്യത്തിന് ഉപയോഗിക്കാൻ വിട്ടു നൽകിക്കൊണ്ട് പുടിനൊപ്പം നിന്നു. ചൈന പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിനെ വിമർശിച്ചുകൊണ്ട് റഷ്യയുടെ സുരക്ഷാ ആശങ്കകൾ ന്യായമാണെന്ന് അന്താരാഷ്ട്ര വേദികളിൽ തുറന്നടിച്ചു. ഉത്തര കൊറിയ, സിറിയ, ഇറാൻ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള റഷ്യയുടെ ഈ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. യുദ്ധം തുടങ്ങി കൃത്യം 3-ാം ദിവസം ഫെബ്രുവരി 27-ന് വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ ആണവ പ്രതിരോധ സേനയോട് അതീവ ജാഗ്രത പാലിക്കാൻ ഉത്തരവിട്ടു. അമേരിക്കയോ നാറ്റോയോ സൈനികമായി യുക്രൈനെ സഹായിക്കാൻ നേരിട്ടിടപെടലുകൾ നടത്തിയാൽ ആണവയുദ്ധം ഉണ്ടാകുമെന്ന പരസ്യമായ ഭീഷണിയായിരുന്നു അത്. പുടിന്റെ പടയോട്ടത്തെ പിടിച്ചുകെട്ടാൻ പാശ്ചാത്യ ശക്തികൾക്ക് ഒരൊറ്റ മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഉപരോധങ്ങൾ കൊണ്ട് റഷ്യയെ ശ്വാസം മുട്ടിക്കുക. റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ ഒറ്റയടിക്ക് തകർത്തെറിയുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയ്ക്ക് മേൽ സമാനതകളില്ലാത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. അന്താരാഷ്ട്ര പണമിടപാട് സംവിധാനമായ സ്വിഫ്റ്റിൽ നിന്ന് റഷ്യൻ ബാങ്കുകളെ അവർ പുറത്താക്കി. വിദേശ രാജ്യങ്ങളിലുള്ള റഷ്യയുടെ കോടിക്കണക്കിന് ഡോളറിന്റെ കരുതൽ ശേഖരം മരവിപ്പിച്ചു. ആപ്പിൾ മുതൽ മക്ഡൊണാൾഡ്സ് വരെയുള്ള 100 കണക്കിന് പാശ്ചാത്യ കമ്പനികൾ റഷ്യ വിട്ടുപോയി. എന്നാൽ വ്ളാഡിമിർ പുടിൻ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു. അമേരിക്കൻ ഉപരോധങ്ങളെ നേരിടാൻ തക്കവണ്ണം അദ്ദേഹം റഷ്യയെ മാറ്റിയെടുത്തിരുന്നു. റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പ്രകൃതിവാതകത്തിന്റെയും എണ്ണയുടെയും വില ഡോളറിന് പകരം റഷ്യൻ നാണയമായ റൂബിളിൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പുടിൻ പ്രഖ്യാപിച്ചു. റഷ്യൻ വാതകമില്ലാതെ യൂറോപ്പിന് നിലനിൽപ്പില്ലായിരുന്നു. താമസിയാതെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പുടിന്റെ നിബന്ധനകൾക്ക് വഴങ്ങേണ്ടി വന്നു. തകർന്നടിയുമെന്ന് അമേരിക്ക പ്രവചിച്ച റഷ്യൻ റൂബിൾ ആ വർഷം ലോകത്തെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച കറൻസിയായി മാറി. സാമ്പത്തികമായി റഷ്യയെ തകർക്കാമെന്ന പാശ്ചാത്യ മോഹങ്ങൾക്ക് മേൽ പുടിൻ നൽകിയ തിരിച്ചടിയായിരുന്നു അത്. യൂറോപ്പിലേക്കുള്ള പ്രകൃതിവാതക പൈപ്പ് ലൈനുകളുടെ നിയന്ത്രണം റഷ്യയുടെ കൈകളിലായിരുന്നു. റഷ്യയെ ഉപരോധിച്ച യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വാതക വിതരണം റഷ്യ പതിയെ കുറച്ചു. ഇതോടെ യൂറോപ്പിൽ ഇന്ധനവില കുതിച്ചുയരുകയും അവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെടുകയും ചെയ്തു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. യുദ്ധമാരംഭിച്ച ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ യുക്രൈൻ സൈന്യം തകർന്നടിയുമെന്നുറപ്പായി. റഷ്യൻ സേന യുക്രൈൻ തലസ്ഥാനമായ കീവിന്റെ തൊട്ടടുത്തെത്തി. 2022 ഏപ്രിൽ മാസത്തിൽ റഷ്യയും യുക്രൈനും തമ്മിൽ ഇസ്താംബുളിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ചു. എന്നാൽ അത് സംഭവിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ആഗ്രഹിച്ചിരുന്നില്ല. യുക്രൈൻ തകർന്നാലും റഷ്യയെ ഒരു നീണ്ട യുദ്ധത്തിൽ കുരുക്കി തളർത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. റഷ്യയുമായി യാതൊരു സമാധാന ചർച്ചകൾക്കും തയ്യാറാകരുതെന്നും യുദ്ധം തുടരാനാവശ്യമായ ആയുധങ്ങളും പണവും തങ്ങൾ നൽകാമെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ സെലൻസ്കിയെ ധരിപ്പിച്ചു. അതോടെ സമാധാന ചർച്ചകളിൽ നിന്ന് യുക്രൈൻ പിന്മാറി. പിന്നീട് അങ്ങോട്ട് നടന്നത് വെറുമൊരു റഷ്യ-യുക്രൈൻ യുദ്ധമായിരുന്നില്ല. മറിച്ച് യുക്രൈൻ എന്ന രാജ്യത്തെ മുൻനിർത്തിക്കൊണ്ട്
അമേരിക്കയും നാറ്റോ സഖ്യവും റഷ്യക്കെതിരെ നേരിട്ട് നടത്തുന്ന ഒരു പ്രോക്സി വാർ ആയിരുന്നു. അമേരിക്കയിലെയും ബ്രിട്ടനിലെയും വൻകിട ആയുധ നിർമ്മാണ കമ്പനികളായ ലോക്ഹീഡ് മാർട്ടിൻ, റെയ്ത്തിയോൺ എന്നിവയ്ക്ക് യുദ്ധം വലിയൊരു ബിസിനസ്സാണ്. യുക്രൈനിലേക്ക് നൽകുന്ന ഓരോ മിസൈലിനും ടാങ്കിനും പകരം പുതിയവ നിർമ്മിക്കാൻ സർക്കാരുകൾ കോടിക്കണക്കിന് ഡോളറിന്റെ പുതിയ കരാറുകളാണ് കമ്പനികൾക്ക് നൽകിയത്. കൂടാതെ പാശ്ചാത്യ രാജ്യങ്ങളുടെ പുതിയ ആയുധങ്ങൾ ഒരു യഥാർത്ഥ യുദ്ധഭൂമിയിൽ പരീക്ഷിക്കാനുള്ള മികച്ചൊരു ടെസ്റ്റിംഗ് ഗ്രൗണ്ട് കൂടിയായി യുക്രൈൻ മാറി. ആയുധ വ്യാപാര മേഖലയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായെങ്കിലും എണ്ണവിലയിലുണ്ടായ മാറ്റങ്ങൾ പല പാശ്ചാത്യ രാജ്യങ്ങളെയും പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന വില കുറഞ്ഞ എണ്ണയായിരുന്നു പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും പ്രധാന ഊർജ സ്രോതസ്. യുദ്ധം കടുക്കുകയും അമേരിക്ക റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തതോടെ അവർക്ക് മറ്റു വഴികൾ തേടേണ്ടി വന്നു. ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് അമേരിക്കയാണ്. റഷ്യൻ വാതകത്തിനു പകരം അമേരിക്കയുടെ വില കൂടിയ LNG വാങ്ങാൻ യൂറോപ്യൻ രാജ്യങ്ങൾ നിർബന്ധിതരായി. ഇത് യൂറോപ്പിന് മേൽ അമേരിക്കയുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്വാധീനം കൂടുതൽ ശക്തമാക്കി. മാത്രമല്ല, സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം നാറ്റോ എന്ന സൈനിക സഖ്യത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ നാറ്റോയെ മസ്തിഷ്ക മരണം സംഭവിച്ച സഖ്യമെന്നുവരെ പരിഹസിച്ചിരുന്നു. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം നാറ്റോയ്ക്ക് പുതുജീവൻ നൽകി. യുദ്ധഭീതി കാരണം സ്വീഡനും ഫിൻലൻഡും നാറ്റോയിൽ ചേർന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവരുടെ പ്രതിരോധ ബജറ്റ് കുത്തനെ കൂട്ടി നാറ്റോയെ ശക്തിപ്പെടുത്തി. യുദ്ധം വർഷങ്ങളോളം നീണ്ടുപോവുകയും സാമ്പത്തിക ഉപരോധങ്ങൾ കാരണം റഷ്യൻ ജനത കഷ്ടപ്പെടുകയും ചെയ്താൽ അവിടെ ഒരു ആഭ്യന്തര കലാപമുണ്ടാകുമെന്നും വ്ളാഡിമിർ പുടിൻ അധികാരത്തിൽ നിന്ന് പുറത്താകുമെന്നും പാശ്ചാത്യർ കണക്കുകൂട്ടി. പുടിന് പകരം അമേരിക്കയോട് ചായ്വുള്ള ഒരു ഭരണകൂടം റഷ്യയിൽ വരുന്നത് അവർ സ്വപ്നം കണ്ടു. കൂടാതെ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായ ചൈനയുടെ പ്രധാന സഖ്യകക്ഷിയാണ് റഷ്യ. റഷ്യയെ തളർത്തിയാൽ ചൈനയെ ഒറ്റപ്പെടുത്താനും നേരിടാനും എളുപ്പമാകുമെന്ന് അമേരിക്ക കരുതി. പക്ഷേ പുടിൻ എന്ന നേതാവ് പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റി മുന്നേറുന്ന തിരക്കിലായിരുന്നു. യുദ്ധത്തിന്റെ ആദ്യ മാസങ്ങളിൽ മരിയൂപോൾ നഗരത്തിലെ അസോവ്സ്റ്റാൽ എന്ന സ്റ്റീൽ പ്ലാന്റിൽ ഒളിച്ചിരുന്ന യുക്രൈൻ സൈന്യത്തെ പുടിൻ നേരിട്ടത് തികച്ചും തന്ത്രപരമായ ഒരു നീക്കത്തിലൂടെയായിരുന്നു. ആ കൂറ്റൻ പ്ലാന്റ് ആക്രമിച്ച് റഷ്യൻ സൈനികരുടെ ജീവൻ കളയുന്നതിനു പകരം പ്രതിരോധ മന്ത്രിയോട് പുടിൻ നൽകിയ ഉത്തരവ് തികച്ചും നാടകീയമായിരുന്നു. ആ വ്യവസായ മേഖലയിലേക്ക് ഒരീച്ച പോലും പറന്നു കടക്കാത്ത വിധം അതിർത്തികൾ പൂർണ്ണമായി ഉപരോധിക്കുക. ആഴ്ചകൾ നീണ്ട നിശബ്ദ ഉപരോധത്തിനൊടുവിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ വീരന്മാരായി ചിത്രീകരിച്ച യുക്രൈൻ സൈനികർ പട്ടിണി കിടന്ന് വലഞ്ഞ് കൂട്ടത്തോടെ റഷ്യൻ സൈന്യത്തിന് മുന്നിൽ ആയുധം വച്ച് കീഴടങ്ങുന്ന ദൃശ്യങ്ങൾ ലോകത്തെ അമ്പരപ്പിച്ചു. ഒരൊറ്റ റഷ്യൻ സൈനികന്റെ പോലും ചോര ചിന്താതെ പുടിൻ നേടിയ തന്ത്രപരമായ വിജയമായിരുന്നു അത്. 2022 ഒക്ടോബറിൽ റഷ്യയുടെ അഭിമാന സ്തംഭമായ ക്രിമിയ പാലത്തിന് നേരെ യുക്രൈൻ ആക്രമണം നടത്തിയപ്പോൾ പുടിൻ നൽകിയ മറുപടി അതിലും മാസായിരുന്നു. പാശ്ചാത്യ ലോകം റഷ്യയുടെ പതനം ആഘോഷിക്കാൻ തുടങ്ങിയ നിമിഷം തന്നെ യുക്രൈന്റെ ഊർജ ശൃംഖലകളെയും കമാൻഡ് സെന്ററുകളെയും മുഴുവൻ നിശ്ചലമാക്കിക്കൊണ്ട് റഷ്യൻ മിസൈലുകൾ യുക്രൈൻ ആകാശത്ത് കരിനിഴൽ പടർത്തി. എന്നാൽ ലോകത്തെ ശരിക്കും ഞെട്ടിച്ചത് അതൊന്നുമായിരുന്നില്ല. ബോംബാക്രമണം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ പുകയടങ്ങിയിട്ടില്ലാത്ത അതേ ക്രിമിയ പാലത്തിലേക്ക് ഒരു കറുത്ത മെർസിഡസ് കാർ ഇരച്ചെത്തി. വിദേശ ഏജൻസികളുടെയും മിസൈലുകളുടെയും ഭീഷണികൾ നിലനിൽക്കുമ്പോൾ സകല സുരക്ഷാ പ്രോട്ടോക്കോളുകളും കാറ്റിൽ പറത്തിക്കൊണ്ട് പാഞ്ഞുവന്ന ആ കാറിന്റെ സ്റ്റിയറിംഗ് പിടിച്ചിരുന്നത് മറ്റാരുമായിരുന്നില്ല,
വ്ളാഡിമിർ വ്ളാഡിമറോവിച്ച് പുടിൻ. കേടുപാടുകൾ തീർത്ത പാലത്തിലൂടെ സ്വന്തമായി വണ്ടിയോടിച്ച് തകർന്നുവെന്ന് പാശ്ചാത്യർ വിധിയെഴുതിയ പാലത്തിന് മുകളിലൂടെ അദ്ദേഹം മുന്നോട്ടു കുതിച്ചു. തങ്ങളെ നയിക്കാൻ മുന്നിൽ നിൽക്കുന്നത് വെറുമൊരു ഭരണാധികാരിയല്ല, മറിച്ച് നെഞ്ചുറപ്പുള്ള ഒരു KGB ഏജന്റാണെന്ന് റഷ്യൻ ജനതയ്ക്കും തനിക്കെതിരെ കരുക്കൾ നീക്കുന്ന പാശ്ചാത്യ ലോകത്തിനും പുടിൻ നൽകിയ മറുപടിയായിരുന്നു ആ കാർ യാത്ര. റഷ്യൻ ജനതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പുടിൻ എന്ന മനുഷ്യൻ നടത്തിയ ധീരമായ നീക്കങ്ങൾ ലോകരാജ്യങ്ങൾ കാണാൻ പോകുന്നതേയുണ്ടായിരുന്നുള്ളൂ.